ഇതാദ്യമായാണ് ഞാൻ ഇതുപോലൊരു കത്ത് എഴുതുന്നത്. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് കത്തിലൂടെ പറയുന്നത്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്തൊക്കെയോ പോലാകും. അതിനെ ഇഷ്ടമെന്ന് വിളിക്കണോ സ്നേഹമെന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല. ഓണത്തിന് കോളേജിന്റെ വരാതിലൂടെ നടക്കുമ്പോഴാണ് ആദ്യം നിന്നെ കണ്ടത്. ആകെ ചുറ്റും ചെമ്പകത്തിന്റെ മണം നിറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് ഈ മണമെന്ന് നോക്കിയപ്പോഴാണ് നിന്നെ കണ്ടത്. നീ ധരിച്ചിരുന്ന സെറ്റ് സാരിയും തലയിൽ ചൂടിയ ചെമ്പകപ്പൂവും എന്നെ ഒരുപാട് ആകർഷിച്ചു. പിന്നെ അന്ന് രാജേഷ് സാർ അടുത്ത ദിവസം നോട്ട് പരിശോധന പറഞ്ഞത്. എന്റെ നോട്ടാണെങ്കിൽ കംപ്ലീറ്റും അല്ല. എങ്ങനെ എഴുതി തീർക്കുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നീ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. നോട്ട് ബുക്ക് കംപ്ലീറ്റ് അല്ലല്ലേ, ഞാൻ എഴുതി തരാം, പക്ഷെ എനിക്കൊരു ചോക്ലേറ്റ് വേണം. അതും പറഞ്ഞ് നടന്നു നീങ്ങിയ നീ തിരിഞ്ഞ് എന്നോടൊന്ന് ചിരിച്ചു. വെറും ഒരു നിമിഷം. പക്ഷെ ആ നിമിഷം മതി എൻ്റെ ഹൃദയം എന്തൊക്കെയോ പോലെ എനിക്കും ഒരാളുണ്ടെന്ന് തോന്നിപ്പോ. അന്ന് വരെ ചെമ്പകത്തിന്റെ മണം ശ്രദ്ധിക്കാത്ത ഞാൻ പിന്നെ ചെമ്പകത്തിന്റെ മണം കിട്ടുമ്പോഴെല്ലാം നിന്നെയാണ് ഓർത്തത്. ഇന്നലെ ലുലുമാളിൽ നടന്നു പോകുമ്പോൾ മാസ് ഹെർബൽസിന്റെ ചെമ്പക സോപ്പും സവർജലും കണ്ടു. അവയുടെ സുഗന്ധം അകത്തു നിറഞ്ഞപ്പോൾ നിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ഉടനെ വാങ്ങി എൻ്റെ ടേബിളിൽ വെച്ചു. ഇപ്പൊ നിന്നെ മിസ് ചെയ്യുമ്പോഴെല്ലാം അതിന്റെ മണം ശ്വസിക്കും. നീ അടുത്തിരിക്കുന്നത് പോലെ തോന്നും. നിനക്ക് എന്നോടുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്നറിയാൻ താല്പര്യമുണ്ട്. ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി ഞാൻ ഈ കത്ത് നിർത്തുന്നു. അപ്പോൾ നാളെ കോളേജിൽ കാണാം എന്ന് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാൻ.